അപ്പം കോലെ കുത്തിവെച്ച് കോലിന്റെ മുഴുവൻ എലി തിന്നെന്ന് പറഞ്ഞാൽ ഇനി അപ്പം ബാക്കി വരുമോ എന്ന് എന്നോട് ചോദിക്കണം. അത്രയും കോമൺ സെൻസ് ഉണ്ടാവില്ലേ? ഞാൻ നല്ല സ്ഥലത്താണ് ഇതുകൊണ്ട് എത്തിച്ചു വെച്ചതെന്നോ ഈ ക്യാമ്പ് നല്ല സ്ഥലത്ത് വെച്ചത് കൊണ്ട് വന്നുവെന്നോ? അത് ചോദിച്ചു, ഞാൻ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. ചോദിച്ചു, നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. വാക്ക് പലപ്പോഴും എന്നെ കാത്തു നിൽക്കില്ല ഇത് പഠിപ്പിക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങളാണ് അത് ശ്രദ്ധിച്ച് ചോദിക്കേണ്ടത്. വാക്കിന് എന്റെ പിന്നാലെ വരാൻ മനസ്സില്ലാതെ വരുമ്പോൾ വാക്ക് ചിലപ്പോഴെങ്കിലും എന്റെ മുമ്പേ കേൾക്കൂ. അവ എന്റെ വാക്കുകളല്ലെന്ന് സമാധാനിക്കുക. നിങ്ങളുടെ മുൻ തലമുറയിലെ ഏത് ജീവിയെ എടുത്തോളൂ, ഏതെങ്കിലും ഒരു അവകാശത്തെക്കുറിച്ച് ഏറ്റവും നീചമായി ഉപദ്രവിക്കുമ്പോൾ പോലും തന്നോളൂ, അത് വാങ്ങുക കടമയാണെന്ന് പറഞ്ഞു നിന്ന പാടത്ത് ഉഴവിന് സമയമായി, പാടം നേരെയാക്കണം. തമ്പ്രാൻ ചാത്തനെ വിളിച്ചു പറഞ്ഞു, ചാത്ത എന്താ താമസിക്കുന്നത്? അടിയൻ വന്നു. ഉഴുതൊക്കെ കഴിഞ്ഞു വന്നു. 4 മണിയായപ്പോ 5 മണിയായപ്പോ പണി കയറി വരുമ്പോ തമ്പ്രാൻ കൂലി കൊടുക്കുന്നതിന് മുമ്പ് ചാത്തൻ കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് തൊഴുതു. എന്നിട്ട് വടക്ക് വശത്ത് നിൽക്കുന്ന തമ്പ്രാനെയും തൊഴുതു. തമ്പ്രാന് സംശയം, തന്നെ തൊഴുന്നതിന് മുമ്പ് ഇവൻ ആരെ തൊഴുതു? താനല്ലേ ഇവന്റെ എല്ലാം. തമ്പ്രാൻ ചോദിച്ചു, ചാത്ത നീ ആരെയാണ് ആദ്യം തൊഴുതത്? തമ്പ്ര, അടിയൻ തകരത്തമ്പുരാനെ തൊഴുതതാണ്. കർക്കിടക മാസത്തിൽ തകരത്തമ്പ്രാൻ ഇല്ലായിരുന്നെങ്കിൽ തമ്പ്രാനെ തൊഴാൻ പറ്റില്ലായിരുന്നു. സ്വാമിജി പറഞ്ഞ സംഗതികളെല്ലാം ഒരു സദ്വികാരം അല്ലെങ്കിൽ ഒരു കൾച്ചറുണ്ട്. അതിലൂടെ മാത്രമേ നിങ്ങൾ ആത്മീയതയിലെത്തൂ. സദാചാരത്തിലും സദ്വിചാരത്തിലും സദ്ഭാവത്തിലും മാത്രമാണ് സദാനന്ദമായിരിക്കുന്ന സച്ചിദാനന്ദം ഇരിക്കുന്നത്. ഇത് സത്താണ്, ഇത് ചിത്താണ്, ഇത് ആനന്ദമാണ്. ഇത് അസത്തല്ല, ഇത് അജിത്തല്ല, ഇത് അനന്തമല്ല. അസത്തിലൂടെ സത്തിലെത്താമെന്ന് മാർഗവും ലക്ഷ്യവും ഏകമാണ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് പറഞ്ഞ എല്ലാ വിശ്വാസ പ്രമാണങ്ങളും തകർന്നടിഞ്ഞ മണ്ണിലാണ്. ഏതാ അസത്തിലേക്ക് സത്തിനെ എതിർത്തപ്പോണ്ട് ഇവിടെ അത് നേരെ തിരിച്ച. ഇവിടെ അതിന്റെ ഭാവങ്ങളെ തിരിച്ചാണ്. ഈശ്വരനെ പ്രാപിക്കാനാണെങ്കിൽ അത് മതിയെങ്കിൽ എതിർത്താൽ മതി. ഈശ്വരനെ എതിർത്താൽ ഈശ്വരനിലെത്തും, സച്ചിദാനന്ദത്തിലെത്തിയില്ല. ഈശ്വരൻ വേറെ, സച്ചിദാനന്ദം വേറെ. ഈശ്വരനെ കാണാൻ വലിയ പണിയൊന്നുമില്ല. അത് ആ കൊള്ളിക്കരുതാത്തവനൊക്കെ കണ്ടതാണ്. ഹിരണ്യകശിപുവും രാവണനും കുംഭകർണനും ഒക്കെ കണ്ട സാധനമാണ്. നിങ്ങൾക്കും കാണണോ? അതിന്റെ പാരമ്പര്യം അത്ര വലുതൊന്നുമല്ല. ഞാൻ ഈശ്വരനെ കണ്ടാൽ അത്ര വലിപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ അത് രാവണൻ കണ്ടിട്ടുണ്ട്, കുംഭകർണൻ കണ്ടിട്ടുണ്ട്. അവർക്ക് കാണുക മാത്രമല്ല, വരച്ച വരെ നിർത്തി സാധനം മേടിച്ചിട്ടുണ്ട്. കൊണ്ടുപോടാ ഇങ്ങോട്ടൊന്നും. മനസ്സിലായിട്ടില്ല.
ഞാൻ പഠിച്ച കളരിയും നിങ്ങൾ പഠിക്കുന്ന കളരിയും തമ്മിലുള്ള അന്തരമായത്. ഈശ്വരനെ കാണുന്നതിലൊന്നും വലിയ മഹത്വമൊന്നുമില്ല. കണ്ടിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? അതാ പ്രശ്നം. സാക്ഷാൽ ജഗന്നിയന്താവിനെ നേരെ മുമ്പിൽ കണ്ട് അങ്ങോരുടെ കയ്യിൽ നിന്ന് വരവും മേടിച്ച് അങ്ങോരുടെ നെറ്റിക്ക് നീട്ടി ഓടുകയാണ് പാവത്തിന്റെ കഷ്ടപ്പാട്. അത് വേറെ, ഈശ്വരൻ വേറെ. ഞാൻ പറഞ്ഞ ഉദാഹരണമൊക്കെ ക്ലാസിക്കലല്ല. ഞാൻ പറഞ്ഞ ഉദാഹരണമൊക്കെ നിങ്ങൾ പുരാണങ്ങളിലൊന്നും കണ്ടിട്ടുള്ളതല്ല, കേട്ടിട്ടുള്ളതല്ല. ബ്രഹ്മാവെ തപശക്തി കൊണ്ട് വരുത്തി ചാരത്ത് നിർത്തി മേടിച്ചിട്ടുള്ളവരാ ഇവരൊക്കെ. അന്ന് വലിയ പാടല്ല, അതുപോലും പാടാണ്. അങ്ങനെ പറ അരിമ. ഇതൊന്നും വലിയ കാര്യമില്ല. എന്തോ സംശയിക്കുന്നത്? അവര് ജീവിതം മുഴുവൻ ആനന്ദിക്കുകയായിരുന്നു. ഈ ജീവിതം മുഴുവൻ ആനന്ദിക്കുന്നതാ മോക്ഷം. അല്ലാതെ ആനന്ദമൊന്നും ഇല്ലാതെ ഈ കുത്തുവീർത്തിരിക്കുന്നതായി മോക്ഷം. സ്റ്റേജേ വരുമ്പോൾ മാത്രം ചിരിയും സന്തോഷവും, അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴൊക്കെ കിട്ടിയ ദക്ഷിണയുടെ പാത്രം എണ്ണി നോക്കിയിട്ട് ദുഷ്ടന്മാര് 2 വയസ്സായിട്ടിരിക്കുന്നു, 5 വയസ്സായിട്ടിരിക്കുന്നു. ഇത് മോക്ഷം? ആനന്ദത്തിന്റെ മറുകര കണ്ടവൻ. അസ്മാദൃശ്യന്മാരായിരിക്കണം നമുക്ക് മാറുക. ചുരുങ്ങിയ പക്ഷം ഈ ജീവിതത്തിൽ എനിക്ക് കടമയൊന്നേ ഉള്ളൂ എന്നൊന്ന് ചിന്തിച്ചു നോക്കി എന്ത് സുഖമുണ്ടെന്ന്. വെറുതെ ഒന്ന് വിചാരിച്ചു നോക്കി, ചെയ്യുമൊന്നും വേണ്ട. എന്റെ അവകാശത്തെ പറ്റി വെറുതെ ഒന്ന് വിചാരിച്ചു നോക്കി എന്തൊരു അസ്വസ്ഥതയാണ്. അവകാശം എന്ന വാക്ക് തന്നെ അസ്വസ്ഥതയുടെയും ഏറ്റുമുട്ടലിന്റെയും യുദ്ധത്തിന്റെയുമാണ്. എന്റെ ചിന്തയുടെ മണ്ഡലത്തിൽ ഓരോ റൈറ്റും എന്നെ അസ്വസ്ഥമാക്കുന്നതാണ്, എന്റെ മുറയിൽ കളയുന്നതാണ്. ഇൻസെന്റീവുകളും അവകാശങ്ങളും മാനവന്റെ കർമ്മത്തെ സഫലീകരിക്കുമായിരുന്നുവെങ്കിൽ മാനേജ്മെന്റ് സ്കൂളിലെ അധ്യാപകനേക്കാൾ ഗവൺമെന്റ് സ്കൂളുകളിലെ അധ്യാപകൻ ശോഭിക്കുകയും മാനേജ്മെന്റ് സ്കൂളുകളിൽ പിള്ളേരില്ലാതെ വരുമ്പോഴും ഗവൺമെന്റ് സ്കൂളുകളിൽ പിള്ളേർ കൂടുകയും ചെയ്യേണ്ടതായിരുന്നു. ഇൻസെന്റീവുകളും അവകാശങ്ങളും മനുഷ്യന്റെ കർമ്മശേഷിയെ വർദ്ധിപ്പിക്കുമെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്സുകൾ കടുത്ത ലാഭത്തിലും പ്രൈവറ്റ് വണ്ടികൾ നഷ്ടത്തിലും ഓടേണ്ടതാണ്. ഇൻസെന്റീവുകളും അവകാശങ്ങളും മാനവനെ കർമ്മശേഷിയിലേക്ക് വളർത്തുമെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലോകമുട്ട വളരുകയും സ്വകാര്യ സ്ഥാപനങ്ങൾ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യേണ്ടതായിരുന്നു. $40 പൈസയ്ക്ക് സദ്യ ഉച്ചയ്ക്ക്, 1.5 മണിക്ക് 3 പൊറോട്ടയും കടലയും, ഒട്ടേറെ ആനുകൂല്യങ്ങൾ. അവിടെ ചുമടെടുക്കാൻ കയറിയാൽ പോലും ഗസറ്റഡ് ഓഫീസേഴ്സ് മേടിക്കുന്നതിനേക്കാൾ കൂടിയ ശമ്പളങ്ങൾ. ഇങ്ങനെ വളർന്നു വന്ന FACTയും മറ്റും ഇന്ന് എവിടെ നിൽക്കുന്നുവെന്ന് നോക്കുക. മാവൂർ 40% ബോണസ് തന്നെയാണ്. പക്ഷെ മാവൂർ പ്രൈവറ്റാണ്.
മാവൂർ പ്രൈവറ്റാണ്. അത് തൊഴിലാളി മുതലാളി ബന്ധത്തിന്റെ തലങ്ങളിൽ മറ്റിതിഹാസങ്ങൾ വിരമിച്ചു പോവുകയുണ്ടായി. 30 പൈസയ്ക്ക് ഈ നാട്ടിലെ മുള മുഴുവൻ വെട്ടിത്തീർക്കുമ്പോൾ നോക്കിയിരിക്കാനേ നിങ്ങൾക്ക് ആവുള്ളൂ. എഗ്രിമെന്റ് അതാണ്. അത് വളരെ കടുത്ത രസമാണ്. സോഷ്യലിസത്തിലൂടെ വളർന്ന സോഷ്യലിസ്റ്റ് മന്ത്രിയാണ് ആ എഗ്രിമെന്റിൽ ഒപ്പിട്ടത് എന്ന ചരിത്ര യാഥാർത്ഥ്യം കൂടി വരുമ്പോൾ തെറ്റും ശരിയും ഞാൻ പറഞ്ഞില്ല. ഒന്നിലും തെറ്റും ശരിയും ഞാൻ പറഞ്ഞില്ല. അത് നിശ്ചയിക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ലല്ലോ. ഞാനതിലെ ആനന്ദാംശവും അതിന്റെ ചേതനയും മാത്രം തത്വചിന്താപരമായി അപഗ്രഥിച്ചു എന്നേ ഉള്ളൂ. കാരണം ഒന്നിലും തെറ്റില്ല. ആനന്ദവും അനന്തവും മാത്രമേ ഉള്ളൂ. ഫലത്തിൽ ആനന്ദമോ അനന്തമോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻസെന്റീവുകളൊന്നും മാനവന്റെ കർമ്മശേഷിയെ വർദ്ധിപ്പിക്കാറില്ല. ഇൻസെന്റീവുകൾ കർമ്മശേഷിയെ വർദ്ധിപ്പിക്കാൻ കൊടുത്ത് അവസാനം ഇൻസെന്റീവിലെ ആഗ്രഹം കൊണ്ട് പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നിടത്ത് നിങ്ങളുടെ ജോലികളെത്തി. VRS വിത്ത് ഗോൾഡൻ ഹാൻഡ്. കൈയല്ല കൊടുക്കുന്ന ഗോൾഡൻ ഹാൻഡ്. അങ്ങനല്ലേ എന്ന് പറഞ്ഞത്? നോ, ഗോൾഡൻ ഹാൻഡ്. ഗോൾഡൻ ഹാൻഡ്, നോട്ട് ഷെയ്ക്ക് ഹാൻഡ്. ഷെയ്ക്ക് ഹാൻഡിൽ കൈ ഇളകും, ഗോൾഡൻ ഹാൻഡിൽ കൈ അനങ്ങൂല. വെരി പുവർ. അതുകൊണ്ട് ആധ്യാത്മിക തലത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ബഹിരംഗ സാധനയുടെ സ്വരൂപവും ഹേതുവും ഫലവും. ഫലത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് ചാടിത്തുടങ്ങിയത്. ആ ഫലചിന്തനം വളരെ വിപുലവുമാണ്. ആ ഫലത്തെ നിയന്ത്രിക്കുന്നത് നാമല്ലെന്ന യാഥാർത്ഥ്യമാണ് ഏറ്റവും വലുത്. യാതൊരുവിധ കർമ്മത്തെയും യാതൊരുവിധ ബഹിരംഗ സാധനയെയും എടുത്തപഗ്രഥിച്ചാൽ അതിന്റെ ഫലചിന്തനത്തിൽ 2 ദാർശനിക രീതികൾ ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നു രാവിലെ. കാലം, ദേശം, ദ്രവ്യം, പ്രകൃതി, അദൃഷ്ടം, സാഖ്യമനുസരിച്ച്. ഇങ്ങനെ 5 ഘടകങ്ങൾ ഉൾപ്പെടും. മാനവൻ മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാലം, ദേശം, ദ്രവ്യം, പ്രകൃതി, അദൃഷ്ടം. മറ്റത് 5 അധിഷ്ഠാനം, കർത്താവ്, കരണം, ചേഷ്ട, ദൈവം. ഇങ്ങനെ 5 ഉണ്ട്. അത് ഗീതയിൽ പറയുന്നതാണ്. 18-ാം അധ്യായം 13-ാം ശ്ലോകമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശ്ലോകമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതിന്റെ ഒരു നമ്പരായി കൂട്ടിയാൽ മതി. നിങ്ങൾ ഈ സ്വാമിമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ കൃത്യമായിട്ട് നമ്പരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് അത്ഭുതപ്പെടും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു നമ്പരാണ്. എന്തൊരു ഓർമ്മ എന്നൊക്കെ പറയുന്നു. അത് ഞങ്ങളുടെ ഭക്തന്മാരെ ഞങ്ങൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. പുസ്തകം എടുത്ത് കാണിച്ചിട്ടുണ്ടോ? എന്തൊരു ഓർമ്മ. ഞാൻ അന്നേ പറഞ്ഞില്ലേ, അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കല്ല, ഈ കാണിക്കുന്ന പക്കത്തിനുള്ളതാണ്. എന്റെ സ്വാമി മനസ്സിലായില്ല. നിനക്കൊക്കെ വല്ലതും അറിയാവൂടാ?
ഇത് കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ എങ്ങനെ കാണിക്കുമ്പോൾ ഉറപ്പായി തീരുമാനിച്ചോണോ അത് എന്റെ ഭക്തൻ തന്നെയാണെന്ന്. സോ പഞ്ചൈതാനി മഹാബാഹു കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയെ സർവകർമ്മണാം. എന്നിട്ടാണ് ഭഗവാൻ പറയുന്നത്, അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക് വിധം വിവിധശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അതിലേറ്റവും ക്ലിഷ്ടമായ, നിയന്ത്രണത്തിൽ ഒരു പിടിയും തരാത്ത ശബ്ദമാണ് അദൃഷ്ടം ദൈവം. ബാക്കിയൊക്കെ നമുക്ക് ഒരുമാതിരിയൊക്കെ ഒപ്പിക്കാം. കാലം, അതൊക്കെ അനുകൂലമാക്കാൻ പല പദ്ധതികളുമുണ്ട്. കുറെ ഇരുന്ന് പഠിച്ച് കാലത്തെ അനുകൂലമാക്കി എടുക്കാം. കുറെയൊക്കെ ദേശവും അനുകൂലമാക്കാം. ദ്രവ്യത്തെയും തെരഞ്ഞെടുത്ത് അനുകൂലമാക്കിയെടുക്കാം. കുറെയൊക്കെ പ്രകൃതിയെയും ഒരുമാതിരി വശത്താക്കാം. അദൃഷ്ടത്തെ പറ്റില്ല. എങ്ങനെയാവും അതെന്നുള്ളതിന് യാതൊരു പ്രോബബിലിറ്റിയില്ല. തൊണ്ണൂറ്റിയൊൻപത് പ്രാവശ്യം ഒരു കോയിൻ എടുത്ത് അതിന്റെ ഹെഡോ ടെയിലോ വരുന്നു എന്ന് വിചാരിച്ച് ടോസ് ചെയ്താൽ 99 പ്രാവശ്യവും ഹെഡ് വന്നു കഴിഞ്ഞ് 100ാമത്തെ പ്രാവശ്യം ഇടുമ്പോൾ മുഴുവൻ പേര് ഒന്നിച്ച് ഹെഡെന്ന് പറഞ്ഞാലും ഹെഡ് വരണമെന്നില്ല. 1% ആക്സെപ്റ്റൻസ് റീജിയൻ, 100% റിജക്ഷൻ റീജിയണും 100% ആക്സെപ്റ്റൻസ് റീജിയണുമാണ് in statistics. Test hypothesis. ഒരു % പ്രോബബിലിറ്റിയും 99% പ്രോബബിലിറ്റിയും ഒന്ന് തന്നെയാണ്. ഇവിടെയാണ് കണ്ണ് തള്ളിപ്പോകുന്നത്. വൈദ്യശാസ്ത്രവും മറ്റും ദുരൂഹമായി നിന്നു പോകുന്നത് അവിടെയാണ്. ദുരൂഹമായി 100 ഓപ്പറേഷൻ വിജയകരമായി നിർവഹിച്ചു കഴിഞ്ഞ ഒരു ഡോക്ടറുടെ കയ്യിലേക്ക് നിസ്സാരമായ ഒരു ഓപ്പറേഷൻ രോഗിയെ കൊണ്ടുപോകുമ്പോൾ ബന്ധുക്കൾ ആ ഡോക്ടറാണെന്നുള്ളത് കൊണ്ട് ശാന്തമായിരിക്കുമ്പോൾ നഴ്സുമാരും മറ്റുള്ളവരും വന്ന് എന്തൊരു കൈയാണതെന്നറിയോ, ജീവൻ കൊടുക്കുന്ന കൈയാണെന്ന് പറഞ്ഞു തീരുമ്പോൾ അങ്ങോട്ട് നടന്നുപോയവൻ ഇങ്ങോട്ട് പെർപെൻഡിക്കുലാരിറ്റി ഹാസ് ബീൻ ചേഞ്ച്ഡ് ഇൻടു ഹൊറിസോണ്ടാലിറ്റിയിൽ വരുമ്പോൾ കണ്ണ് തള്ളിരിക്കാൻ ഒന്നും ചെയ്യാനാവില്ല. അദൃഷ്ടം എല്ലാ ദൃഷ്ടങ്ങളെയും ഉല്ലംഘിക്കുന്നത്. ഞാൻ 5 പറഞ്ഞപ്പോ അപ്പുറത്ത് ദൈവം എന്ന് പറഞ്ഞു, ഇപ്പുറത്ത് അദൃഷ്ടം എന്ന് പറഞ്ഞു. ഏത് പേര് നിങ്ങൾ ഇട്ടാലും സാധനം ഇതാണെന്ന് മനസ്സിലാകണം. ഇത് മനസ്സിലാകാതെ ഏത് പേരിട്ട് കാര്യമില്ല. നിങ്ങൾ ചാൻസ് എന്ന് പറഞ്ഞോളൂ. നിങ്ങൾ ചാൻസ് എന്നോ വിധിയെന്നോ ഡെസ്റ്റിനി എന്നോ ഭാഗ്യമെന്നോ ദൗർഭാഗ്യമെന്നിനെ വിളിച്ചാലും എനിക്കൊരു ഇത് ഭാഗ്യമാണോ സ്വാമി? ദൗർഭാഗ്യമല്ലേ അങ്ങോട്ട് നടന്നു പോയവൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്? അവന്റെ ഭാഗ്യവും
വീട്ടുകാരുടെ ദൗർഭാഗ്യവും. കാരണം ഈ ഇടയെന്നൊക്കെ so it is up to you to decide. അതുകൊണ്ട് ഈ 5 ഘടകങ്ങളിൽ ഏറ്റവും നിർണായകം അദൃഷ്ടമല്ലെങ്കിൽ ദൈവമല്ലെങ്കിൽ ചാൻസ് അല്ലെങ്കിൽ ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധി അല്ലെങ്കിൽ ഇനി എന്താ പേരുള്ളത്, പേരിൽ ഏത് വഴക്ക് നിങ്ങൾ ഉണ്ടാക്കിയാലും എന്തോ ഒന്ന് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശവശരീരം, ശവത്തോട് അമിത പ്രതിപത്തിയുള്ള ഒരു അറ്റൻഡർ അകത്തിയെന്ന് എന്തോ കാട്ടിക്കഴിയുമ്പോൾ ആ പെൺകുട്ടി നടന്നു വരുന്നത് കണ്ട് പേടിച്ചോടി ബന്ധുക്കളെ വിളിച്ചു വരുത്തി. കാരണം 3 ദിവസമായി മോർച്ചറിയിൽ വെച്ചിരിക്കുന്ന ശവം നടന്നു വരുന്നത് കണ്ട് കുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടിയെന്ന് പണ്ടൊരു പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. വായിച്ചിരുന്നോന്നറിയില്ല, ആരെങ്കിലും വായിച്ചിട്ടുണ്ടോന്നറിയില്ല. വായിച്ചിട്ടുണ്ട്. കോട്ടയമാ മെഡിക്കൽ കോളേജിൽ തോന്നുന്നു. എന്തു പറയും? വൈദ്യശാസ്ത്രം മൃത്യുവിന്റെ സർട്ടിഫിക്കറ്റും കൊടുത്ത് ശവം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് നടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. ഒരുപാട് ദൂരെയൊന്നും പോകണ്ട. പയ്യന്നൂർ ക്ഷേത്രത്തിനടുത്ത് പണ്ടൊരു ചത്തമ്പി ഉണ്ടായിരുന്നു. നിങ്ങൾക്കാർക്കും ഓർമ്മയില്ല? ചത്തമ്പിയെ നിങ്ങളാരും കണ്ടിട്ടില്ല? മാഷന്മാരെയല്ലോ കണ്ടിരിക്കാൻ വഴിയുണ്ട്. ചത്ത അമ്പിയതാണ്. അതുകൊണ്ടാണല്ലോ അവൻ ചത്ത അമ്പിയായത്. ചത്ത അമ്പിപ്പോയതാണ്. ഞാൻ മനസ്സിലായില്ല, ഓർമ്മയില്ല, കേട്ടതേ ഉള്ളൂ. ശവം ദഹിപ്പിക്കാൻ എടുത്തു വെച്ചതാ. അവിടുന്ന് പതുക്കെ തീയിട്ടപ്പോഴത്തേക്കാണെങ്കിൽ എഴുന്നേറ്റ് വന്നത്. അടി തീ പിടിച്ചു. ചിരട്ട കത്തിക്ക് തുടങ്ങിയപ്പോഴേക്കാണ്, വറളി കത്താൻ തുടങ്ങിയപ്പോഴേക്കാ പതുക്കെ ഒരു കുലുക്കമൊക്കെ ആയിട്ട് ചാടി ആൾ എഴുന്നേറ്റ് വന്നത്. ഈ മൂടി കെട്ടിയതോടുകൂടി കുറെ കാലമായിരുന്നു. ഇവർക്കൊക്കെ പരിചയം ഉണ്ടാവണല്ലോ. കേട്ടിട്ടില്ല? അടുത്ത കാലത്താ മരിച്ചേ. നാട്ടുകാരൊരു സദ്യയൊക്കെ ഉണ്ടാന്ന് വിചാരിച്ച് കത്തിച്ചിതുമായിട്ട് തിരുനെല്ലിക്ക് പോകുന്നൊക്കെ വിചാരിച്ച് ബന്ധുക്കള് കാര്യമായി എടുത്ത് വെച്ച് അടി തീയുമൊക്കെ പൂട്ടി കാത്തിരിക്കുമ്പോഴാണ് ഇപ്പൊ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വരുന്നത്. എന്തൊരു ഒരു നിശ്ചയമില്ലേ ഒന്നിനും, ഓരോ ദിശ വന്ന പോലെ പോവും. പിന്നെ ആലോചിക്കുക, കർമ്മത്തിന്റെയും ബഹിരംഗ ലോകത്തിന്റെയും തലങ്ങൾ എത്ര നിഗൂഢമാണ്. ഈ ഒരു ദാർശനിക തലത്തിൽ നിന്നാണ് ഭാരതീയ ദാർശനികന്മാർ പ്രിയത്തിന്റെയും അപ്രീത്യന്റെയും മധ്യബിന്ദുവിലൂടെ, രാഗത്തിന്റെയും ദ്വേഷത്തിന്റെയും മധ്യബിന്ദുവിലൂടെ, ഹൃദത്തിന്റെയും അനൃതത്തിന്റെയും മധ്യബിന്ദുവിലൂടെ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ആചാരത്തിന്റെയും അനാചാരത്തിന്റെയും മധ്യബിന്ദുക്കളിലൂടെ ഒരു ജീവിതയാത്രയുടെ സാധ്യത ആധ്യാത്മിക ഭൂവിൽ കെട്ടിപ്പടുത്തത്.
അതവർ ജീവിച്ചു നോക്കി. ജീവിത രംഗങ്ങളിൽ അവകാശങ്ങൾക്ക് പകരം കർത്തവ്യങ്ങളെ പ്രതിഷ്ഠിച്ച് ഓരോ കർത്തവ്യവും തീരുമ്പോൾ തന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ ലാഘവം വിപുലമായി അവരനുഭവിച്ചു. ഓരോ അവകാശവും ഭാരമായി അവർക്ക് തോന്നി. ഇന്നും അവകാശവും കർത്തവ്യവും എടുത്താൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് ആലോചിച്ച് നോക്കി. ജീവിതത്തിന്റെ ഓരോ അവകാശവും ഭാരമാവുകയും ഓരോ കർത്തവ്യവും ലാഘവത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടോ? അപ്പോൾ എന്നും അങ്ങനെയാണെങ്കിൽ സത്യം അതല്ലേ? അവകാശങ്ങൾ എന്നും ഭാരവും കർത്തവ്യങ്ങൾ എന്നും ഭാരമൊഴിയലുമായിരുന്നു. എന്നിട്ടും ഈ ഭാരത്തോടുള്ള താല്പര്യം എന്തുകൊണ്ടുണ്ടായി? ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ്, നീ വാങ്ങിച്ചു, എനിക്ക് വേണ്ട, എനിക്ക് ഈ അവകാശമില്ല എന്ന് പറയുമ്പോഴുള്ള ഭാരമൊഴിയൽ ഇവിടെ ഇതെന്റെ കർത്തവ്യമാണ്. അത് ചെയ്തു തീരുമ്പോഴുള്ള ഭാരമൊഴിയൽ എന്തേ നിങ്ങൾ പഴയവരെ പോലായില്ല? എവിടെയാണ് മാറ്റം വന്നത്? സാഹചര്യങ്ങളിൽ, രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ, സാമാജിക അവബോധത്തിൽ, ദ്രവ്യസഞ്ചയങ്ങളുടെ സ്വഭാവത്തിൽ, അതല്ല മനസ്സിൽ. ദ്രവ്യങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് വെളിയിലാണ്, സമൂഹത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വെളിയിലാണ്, നിയമവ്യവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് വെളിയിലാണ്, മനസ്സിലാണെങ്കിൽ നിങ്ങൾക്കുള്ളിലാണ്. തിരുത്താൻ എന്തിന് തലയും കുത്തി നിൽക്കണം? മനസ്സൊന്ന് മാറിയാൽ പോലെ. നിങ്ങളാ പറഞ്ഞ മനസ്സിൽ നിന്ന്. ഞാൻ എവിടെയാണെന്ന് ഇതുവരെ പറഞ്ഞില്ല. ഞങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചില്ല. ഞാൻ ഈ പ്രശ്നങ്ങളുടെ തലം ഏതാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ എല്ലാത്തിനും ഈക്വൽ സാധ്യതയായിട്ട് നിങ്ങളോട് ചോദിക്കുകയെ. ഞാൻ ഇന്നതാണെന്ന് ഉത്തരം പറയണം എന്ന് നിങ്ങളോട് പറഞ്ഞില്ല. ചിലയിടത്ത് വന്നപ്പോ അതായിരിക്കുമെന്നോർത്ത് വെഹിമൻസ് നൽകിയില്ല. ശബ്ദത്തിന് വെഹിമൻസ് നൽകിയാൽ സ്വാമി വെഹിമൻസ് നൽകിയ ശബ്ദമാണ് അതിന്റെ ശരി എന്നോർത്ത് പറഞ്ഞു എന്ന് പറയാം. ഞാനത് പറഞ്ഞില്ല. നിങ്ങൾ കണ്ടെത്തി. അങ്ങനെയെങ്കിൽ സമൂഹമല്ല, സാമൂഹ്യ വ്യവസ്ഥിതിയല്ല, ദ്രവ്യസഞ്ചയങ്ങളല്ല, പ്രകൃതിയല്ല, മറ്റ് കാരണങ്ങളല്ല, എന്റെ മനസ്സു മാത്രമാണ് ഈ മാറ്റത്തിന് കാരണമെങ്കിൽ നിസ്സാരമായൊരു മനമാറ്റം പോലെ ആ വിഭൂതിയിലേക്ക് തിരിച്ചു പോകാൻ. ഏതോ കള്ളനെ പോലെ ആ മനസ്സിലാണ് ഈ മാറ്റം വന്നതെന്ന് അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ പുറത്തെവിടെയോ ആരെയൊക്കെയോ കളിപ്പിക്കുവാൻ പരതുന്നിടത്തല്ലേ എന്റെയും നിങ്ങളുടെയും ആധ്യാത്മിക ചക്രവാളം ഇന്നിത്രയും വിഷലിപ്തമായി വീണ് കിടക്കുന്നത്. എന്റെ മനസ്സാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിൽ തിരുത്താൻ മനസ്സില്ലാതെ കാരണങ്ങളെ
എവിടെയൊക്കെയോ പരതുന്നു. കറുത്ത പിടിയും കറുത്ത തുണിയും കൊണ്ടുണ്ടാക്കിയ കറുത്ത ഇല്ലാത്ത കുട ഇരുട്ടുള്ള മുറിയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്ന വ്യാജേന മുറിക്കുള്ളിൽ തപ്പുന്നവർ. തപ്പുന്നതിന്റെ തന്ത്രങ്ങളുമായി ആളുകൾ വരുമ്പോൾ സന്തോഷത്തോടുകൂടി കൂടെ പോകാനും തപ്പാനും പണം ചെലവാക്കാനും എന്നും ഇത് കിട്ടാതിരിക്കാനും ആഗ്രഹിക്കുന്നവർ. തപ്പലിന്റെ പരമ്പരകളെ സൃഷ്ടിച്ചു നീങ്ങുന്നവർ. തപ്പുന്ന കൂടെ തപ്പുകൊട്ടുന്നവർ.